ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനലിലൂടെ നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഫ്രീ ജോബ് വേക്കൻസികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് വിസിറ്റിംഗ് വിസയിലോ അല്ലാന്നുണ്ടെങ്കിൽ ചില സ്ഥാപനങ്ങളൊക്കെ നേരിട്ട് നമുക്ക് വിസ അയച്ച് തരുന്ന ജോബ് വേക്കൻസികളാണ് നമ്മൾ ഇടാറുള്ളത്. ഇവിടുന്ന് വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് അവിടെ ജോലിയിൽ കയറിയിട്ട് ജോബ് വിസകളാണ് ഫ്രീ ആയിട്ട് ഉള്ള വിസകളായിട്ട് ഉണ്ടാവുക. അതാണ് ഫ്രീ ജോബ് വേക്കൻസികൾ എന്ന് പറയുന്നത്. അതായത് ഏകദേശം 2 ലക്ഷം രൂപയോളം വില വരുന്ന അല്ലെങ്കിൽ ചെലവ് വരുന്ന വിസകൾ, ജോബ് വിസകളാണ് കമ്പനികൾ ഫ്രീ ആയിട്ട് തരുന്നത് നമുക്ക്. അങ്ങനത്തെ ജോബ് വേക്കൻസികളാണ്, യാതൊരു വിധത്തിലുള്ള സർവീസ് ചാർജുകളും ഇല്ലാത്ത ജോബ് വേക്കൻസികളാണ് നമ്മൾ ഇടാറുള്ളത്. എന്നെ നേരിട്ടറിയിക്കുന്ന ജോബ് വേക്കൻസികളും ഞാൻ ഇടാറുണ്ട്. അത് പ്രത്യേകം തന്നെ ഞാനത് പറയാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ജോബ് വേക്കൻസി ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയിക്കാനുണ്ട്. കാരണം എല്ലാവർക്കും അറിയാം, നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നതാണെന്ന്. ഞാൻ ഇന്ന് ട്രീറ്റ്മെന്റിന് പോയി. ഞാൻ MRI എടുത്തു. ടോട്ടൽ ഡീറ്റെയിൽ ആയിട്ട് 2 പാർട്ടുകളായിട്ടാണ് എനിക്ക് MRI ചെയ്തത്. അപ്പം 4 ഡിസ്ക് ബൾജായിട്ടുണ്ട്. അപ്പൊ അത് ഇന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഇനി ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് നോക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ കമ്പനിയിൽ ഞാനത് ഇൻഫോം ചെയ്തിട്ടുണ്ട്. കാരണം അത് നമുക്ക് ട്രീറ്റ്മെന്റ് എത്ര ദിവസം എടുക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഞാൻ കൂടുതലും ഇപ്പൊ നോക്കുന്നത് പച്ചമരുന്ന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. കാരണം നീർക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പച്ചമരുന്ന് വഴി അതങ്ങ് വലിയുകയും അതിനുശേഷം നമുക്ക് പെയിന് കുറയുകയും ചെയ്യും. അതിനുശേഷം അവർ കഴിക്കാനുള്ള മരുന്നുകൾ കാര്യങ്ങൾ തരും. അതേപോലെ തന്നെ കെട്ടിവെക്കുകയാണ് ചെയ്യുക. പച്ചമരുന്ന് കെട്ടിവെച്ച് അതിന്റെ മുകളിൽ ഓയിൽ നമ്മൾ തേച്ച് കൊടുക്കുകയാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നു ചുരുങ്ങിയത് 2 ആഴ്ചയെങ്കിലും സമയം ഉണ്ടാവും. ഞാൻ അതിന്റെ എൻക്വയറിയിലാണ്. എനിക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ വരുന്നതാണ്. വയനാട്ടിലാണ് അത് ഉണ്ടാവുക. ഞാൻ നിലമ്പൂരാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പോയി വരാനൊക്കെ ഈസിയാണ്. എൻ്റെ കുടുംബത്തിൽ ഒരു 3-4 പേർക്കൊക്കെ ഇതേപോലെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അതിന് നല്ല ഗുണമുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നടുവേദനയ്ക്ക് കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ ഞാനും അത് ചെയ്യണം എന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത്. അപ്പോ അതൊക്കെയാണ് ഇന്നത്തെ ഞാനിന്ന് പോയി ചെയ്തതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. പിന്നീട് ഞാൻ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നാട്ടിൽ വന്നെന്ന് കരുതിയിട്ട് ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടിട്ട് വീട്ടിലേക്ക് വന്നിട്ട് കാര്യമില്ല. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ താമസിക്കുന്നത് സത്യത്തിൽ വേറെ സ്ഥലത്താണ്. ഞാൻ എന്റെ സ്വന്തം വീട്ടിലല്ല ഞാൻ താമസിക്കുന്നത്. ഞാൻ റെന്റിനാണ് താമസിക്കുന്നത്. അത് പ്രത്യേകം ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്. അപ്പൊ അത് എല്ലാരും അത് മനസ്സിലാക്കണം. ഇന്നൊരാൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഞാനിവിടെ ഇല്ലാതെ വീട്ടിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്കും കൂടി ബുദ്ധിമുട്ടാണ്. അമ്മയനിയനും മാത്രമാണ് അവിടെ ഉള്ളൂ. അതെല്ലാരും മനസ്സിലാക്കണം. കാരണം അവർക്കൊന്നും ഇതിന് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് എങ്ങനെയാണ് ജോബ് വേക്കൻസികൾ അവരിലേക്ക് എത്തിക്കുന്നത്, അതിനുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടുള്ള ഒന്നും അവർക്ക് അറിയില്ല. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാനൊന്നും അവർക്ക് അറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഞാൻ അതിന് വേണ്ടിയിട്ട് വരാൻ കഴിയുന്ന ആളുകൾക്ക് വേണമെങ്കിൽ വരാവുന്നതാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൂടുതൽ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ അതിന് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് വേണ്ട ദിവസം നമ്മൾ കണ്ടെത്തുന്നൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ കോൺടാക്ട് നമ്പർ ഒക്കെ അതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലാണ് ഞാൻ ചാനലിൽ ഇടുക. അപ്പോൾ അതൊക്കെ പ്രത്യേകമായിട്ട് ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. കാരണം പല ആളുകളും ഇന്നും പലപ്പോഴായിട്ട് 2-3 പ്രാവശ്യം അങ്ങനെ ഓരോരുത്തരായിട്ട് ഞാൻ ഗൾഫിലുള്ള സമയത്താണെങ്കിലും വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അത് എല്ലാവരും ഒന്ന് ഓർക്കണം. നമ്മൾ എന്തായാലും ഞാനൊരു ദിവസം അതിന് കണ്ടെത്തി നമുക്കത് പഴയതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കും. എനിക്ക് നേരിട്ടറിയിക്കുന്ന ജോബ് വേക്കൻസികൾ ഞാൻ അവരിലേക്ക് ആദ്യം എത്തിച്ചതിന് ശേഷമാണ് ഞാൻ ചാനൽ വഴി ഞാൻ അറിയിക്കാറുള്ളത്. അപ്പൊ അതേപോലെ തന്നെ മുന്നോട്ടും അതേപോലെ തന്നെ ഉണ്ടാവും പറയുന്നത്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ മുൻഗണന കൊടുക്കുന്നത് തലപ്പാത്തിന്റെ ജോലിക്കാണ്. കാരണം അതിനാണ് 3000 വേക്കൻസി ഉള്ളത്. അപ്പൊ അതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് തന്നെ വന്ന് നേരിട്ട് കാണാനുള്ള അവസരവും ഞാൻ അതിനകത്ത് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് ഒരു ദിവസം ഞാൻ കണ്ടെത്തും. കാരണം തലപ്പാത്തിന്റെ ജോലിയാണ്, ഓൾറെഡി വേക്കൻസി ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ആളുകളിലേക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. മറ്റേത് നമ്മൾ ജോലികൾ നമ്മളെ വരുന്നത് കാത്ത് നമ്മൾ ഇരിക്കണം. പക്ഷെ ഇത് ഓൾറെഡി 3000 ജോബ് വേക്കൻസികൾ വന്ന് കിടക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഉള്ളത്. കാരണം എനിക്കിത് നല്ല പെയിനാണ്. അപ്പോൾ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ തുടങ്ങിയിട്ടില്ല. നല്ല പെയിനും ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടയർഡാണ്. രാവിലെ 4:30 പോയതാണ് ഞാൻ വീട്ടിൽ നിന്ന്. എന്നിട്ട് ഞാനിപ്പോൾ വന്നിട്ട് അധികം നേരം ആയിട്ടില്ല. അപ്പോൾ ഞാനൊന്ന് റെസ്റ്റ് എടുക്കുകയും കൂടി വേണം. പക്ഷേ വേക്കൻസികളൊന്ന് ഇടാം, അതേപോലെ തന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാമെന്ന് കരുതിയിട്ടാണ്. MRIന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തവർക്കാണെങ്കിൽ ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിവുണ്ടാവും. സത്യത്തിൽ നമ്മളൊരു പെട്ടിക്കൂടിൻ്റെ ഉള്ളിലേക്ക്
നമ്മളെ കയറ്റി വിട്ടിട്ട് നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ നമ്മൾ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു മരിച്ച് ജീവിച്ച് വരുന്ന ഒരു അവസ്ഥയാണ്. കാരണം റൂമിൽ വേറെ ആരും ഉണ്ടാവില്ല. അതേപോലെ തന്നെ മിഷൻ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വൈബ്രേറ്റ് ആവുകയും അതേപോലെ തന്നെ കുറെ സൗണ്ടുകളൊക്കെ ഉണ്ടാകും. നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റപ്പെടൽ കാരണം നമ്മുടെ ചിന്തകൾ പല രീതിയിലേക്ക് നമുക്ക് മാറിപ്പോ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഒക്കെ വരികയൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് കണ്ണടച്ച് കിടക്കാവുന്നതാണ്. ഞാൻ കണ്ണടച്ച് കിടന്ന് നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് റിലാക്സ് ചെയ്ത് കിടന്നതുകൊണ്ട് നല്ല സുഖമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിഞ്ഞു. പക്ഷെ ഞാനങ്ങനെ ആ സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് എല്ലാവർക്കും ഇതേപോലെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കമ്മീഷനിൽ കിടക്കാൻ പറ്റുക എന്നാണ്. ഞാനങ്ങനെ കുറച്ച് പേരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടും അതില് MRI ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ചെയ്തവർക്കൊക്കെ പേടിയാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ സിറ്റുവേഷൻ വരെ ആ ഒരു രീതിയിലേക്ക് നമുക്ക് പോകുമ്പോൾ നമ്മുടെ യുവത്വം കൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ കുറച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ അത് ഭയങ്കര പേടിയായിരിക്കും. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞതാണ്. നമ്മുടെ തലഭാഗം ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ബോഡി ഇളകാതിരിക്കാനും കറക്റ്റ് കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ട്. നമ്മുടെ തലയുടെ ഭാഗത്തായിട്ട് ഒരു കവചം, ഒരു ഹെൽമെറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഇത് വെച്ച് തരും. അതിനുശേഷം 2 സൈഡിൽ എനിക്ക് ഇന്ന് 2 പില്ലോ ആണ് വെച്ചത് ചെവിയുടെ ഭാഗത്ത്. ഭയങ്കര സൗണ്ട് ആയിരിക്കും ഉള്ളില്. അപ്പോൾ അത് എനിക്ക് വല്ലാതെ ഇറിറ്റേഷൻ ഉണ്ടാകാതിരിക്കാനാ തോന്നുന്നു. പിന്നെ അതേപോലെ തന്നെ തല ഷെയ്ക്ക് ആകാണ്ടിരിക്കാനും കൂടി ആയിട്ടായിരിക്കാം. അപ്പം അത് ചെയ്തു വെച്ചു. അത് കഴിഞ്ഞ് കൈയുടെ ഭാഗത്ത് ഒരു ബെൽറ്റ് വെച്ചിട്ട് ബെൽറ്റ് ചെറുതായിട്ടൊന്ന് കെട്ടുന്ന പോലെ ഇത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇളകാണ്ടിരിക്കാനാണ് ചെയ്യുന്നത്. കാരണം കറക്റ്റ് പൊസിഷൻ 1 മണിക്കൂർ നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചിട്ട് ഒരാൾ കിടക്കുന്ന ഒരു ബോഡി പോലെയാണ്. നമുക്ക് അനങ്ങാൻ പോലും പറ്റില്ല. എന്റെ ശരീരത്തിന്റെ പല പാർട്ടുകളും മരവിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിലേക്കുള്ള 2-3 വിരല്, അതേപോലെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നിന്നിട്ട് 2-3 വിരലുകൾ എനിക്ക് മരച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ സിറ്റുവേഷൻസ് ആണ്. സത്യത്തിൽ ഇതൊരു പുതിയൊരു അനുഭവമായിരുന്നു. സത്യം പറഞ്ഞാൽ മരിച്ചു ജീവിച്ച ഒരു അവസ്ഥയിലേക്ക് വരാൻ കഴിഞ്ഞു. അപ്പൊ അതൊരു എക്സ്പീരിയൻസ് ആയി സത്യം പറഞ്ഞ ലൈഫിൽ. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യവും കൂടി നടന്നു. അതുകൊണ്ട് MRI ചെയ്തിട്ട് ഇതുവരെ ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു അറിയിപ്പും കൂടി തന്നതാണെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടുമല്ല, അത്രയധികം പവറുള്ള റേഡിയേഷൻസ് ആണ് അതിനകത്ത് നമ്മുടെ ബോഡിയിലേക്ക് കടത്തി വിടുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ആർക്കും നല്ലതൊന്നുമല്ല. പക്ഷെ നമുക്ക് രോഗം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു വഴിയില്ലാനും. വേറെ ഇപ്പൊ എന്ത് ചെയ്താലും എക്സ്റേയിൽ ഞാൻ 2 മാസം മുന്നേ എടുത്ത എക്സ്റേയിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും കാണുന്നില്ല. പക്ഷെ MRI വന്നപ്പോൾ 4 ഡിസ്കുകൾക്കാണ് കംപ്ലൈന്റ് ഉള്ളത്. അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ എത്രത്തോളമാണ് ഇതിന്റെ ഒരു വ്യത്യാസം എന്നുള്ളത്, വേരിയേഷൻസ് നമുക്ക് അപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതിനൊക്കെ ഓരോ മിഷനറീസും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ റേഡിയേഷൻ കുറച്ച് കൂടുതലാണ്. അതിന്റെ കുറെ നാളത്തേക്ക് ഇതിന്റെ എഫക്ട് ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ബോഡിയെ കുറച്ച് നാൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ പവർ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒന്ന് പോയിട്ട് നമുക്ക് നമ്മുടെ ബോഡി നല്ല ഇമ്മ്യൂണിറ്റി പവറോടുകൂടി നമുക്ക് തിരിച്ച് വരികയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. പ്രതിരോധശേഷി കാര്യങ്ങളെല്ലാം നമുക്ക് കൂട്ടി ഇനി പഴയതുപോലെ ഉഷാറാവണം. അപ്പോഴത്തേക്ക് എനിക്കതിന്റെ വേദനയും പോകണം. കാരണം ജോലി ചെയ്യുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലഭാഗം എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന താഴെ ഞാനൊരു ഷെഫ് ആയതുകൊണ്ട് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്ന ഏരിയയിലേക്കായിരിക്കും. അപ്പൊ അങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നത് കൊണ്ടും നട്ടലിന് വളവ് വരുന്നത് കൊണ്ടും ഇതൊരു പ്രശ്നമാണ്. അതൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഡോക്ടറിനോട് പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും ഇതേപോലെ ജോബ് വേക്കൻസികളും മറ്റ് ചെറിയ ചെറിയ കൊച്ചു വിശേഷങ്ങളും ഞാൻ എവിടെയാണ് ട്രീറ്റ്മെന്റിന് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ വഴി നമ്മൾ നിങ്ങളിലേക്ക് അറിയിക്കും. പിന്നെ ഇതുവരെ വൈഫിന്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്നതിന്റെ വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല. അത് ഞാൻ എന്തായാലും നാളെ സമയം പോലെ എനിക്കൊന്ന് എന്റെ ആരോഗ്യത്തിനും കൂടിയും ഒരു സുഖം കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ അത് വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. അതേപോലെ നിങ്ങൾ നല്ല നല്ല CV റെഡിയാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കാൻ. അതാത് ജോലിയിൽ എക്സ്പീരിയൻസ് ഉള്ള ജോലിക്ക് ആദ്യമേ അയച്ചു കൊടുക്കുക. എക്സ്പീരിയൻസ് വേണ്ടാത്ത ജോലികൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളാണെങ്കിൽ അതിന് CV അയച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. പൊന്നസേ ഒരു ബൈ പറഞ്ഞേ. ബൈ, പിന്നെ കാണാൻ പറഞ്ഞേ.